ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് കരിമീൻ വെച്ചൊരു ഫിഷ് മോളി ആയാലോ. അപ്പോൾ ആദ്യം തന്നെ മീൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 ടീസ്പൂൺ ക്രഷ്ഡ് കുരുമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത മസാല നമുക്ക് മീനിലൊന്ന് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഓരോ പീസും ഇതേപോലെ എടുത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. മീൻ വരഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഉള്ളിലോട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതായിപ്പോൾ നമ്മുടെ മീനിലേക്ക് മസാല ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഫിഷിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സെക്ഷനായിട്ടാണ് ഈ പീസസ് എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ച് കുറവായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പീസസും കൂടി ചേർത്തൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ പീസസൊക്കെ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് ബാക്കി കറിയും റെഡിയാക്കി എടുക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് 4 ഏലക്ക, 5 കരയാമ്പൂ, ഒരു വലിയ പീസ് പട്ട ഒന്ന് ഒടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് 1 പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 3 ചേർക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 4 5 ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് 1 സവാള നേരിയതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വറുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാനായിട്ട്. നല്ലപോലെ തിളവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് മീനിൻ്റെ പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും. കൂടെ തന്നെ 1 തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് കൂടി ഇതിൻ്റെ മീതയിലായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വിനെഗർ ചൊറുക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തവി കൊണ്ട് ഇളക്കാതെ ഇതേപോലെ ചുറ്റിച്ച് തന്നെ നമുക്ക് കൊടുക്കാം. പക്ഷെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫിഷ് മോളിയൊക്കെ ചെറിയ രീതിയിൽ തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് ഇത് മൂടി വെച്ച് എടുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പുട്ടിൻ്റെ ഒക്കെ ഒപ്പം നല്ല അടിപൊളി കോംബോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.